Hi students, welcome to the lecture. We were dealing with inflation and its different types, in which we had completed up to wage push inflation, and now we will be dealing with imported inflation. Imported inflation. A depreciation in the exchange rate will make imports more expensive. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഡിപ്രിസിയേഷൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഡിപ്രിസിയേഷൻ ഇമ്പോർട്ട്സിനെ കൂടുതൽ എക്സ്പെൻസീവ് ആക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പെൻ എടുക്കുകയാണെങ്കിൽ പെന്നിന്റെ എക്സ്ചേഞ്ച് റേറ്റിൽ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് മറ്റൊരു കൺട്രിയിൽ നിന്ന് നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ടിന്റെ വാല്യൂ വളരെ ഇൻക്രീസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പെൻ മാർക്കറ്റിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് വാങ്ങിക്കാൻ പാകത്തിന് കൺസ്യൂമേഴ്സിന്റെ പക്കൽ എത്തുമ്പോഴേക്കും ഇതിന്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ആ കൂടുതൽ ഉണ്ടാകുന്നത്? എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം. എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇമ്പോർട്ട്സിനെ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി മാർക്കറ്റിൽ സെയിലായി പോകുമ്പോൾ ആ ഒരു കമ്മോഡിറ്റിക്ക് ശരിക്കും ഉള്ള വിലയേക്കാളും വളരെ കൂടുതലായിരിക്കും ചാർജ് ചെയ്യപ്പെടുക. A depreciation will also make exports more competitive, so will increase demand. ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് എക്സ്പോർട്സിനെ ഈ ഒരു സമയത്ത് വളരെയധികം സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എക്സ്പോർട്സിനെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എക്സ്പോർട്സ് കൂടിക്കഴിയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷനിൽ ഇമ്പോർട്ട്സിന്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി മാർക്കറ്റിൽ എത്തുമ്പോൾ അതിന്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഈ ഡിപ്രിസിയേഷൻ തന്നെയാണ് എക്സ്പോർട്സിനെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കുന്നതും അങ്ങനെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്നതും. Okay, then some temporary factors are also affecting inflation. Inflation rate can also increase due to some temporary factors like increasing the indirect taxes. Indirect taxesന്റെ ഇൻക്രീസിങ് പ്രധാനമായിട്ട് ഈ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും. ഇഫ് യു ഇൻക്രീസ് വാറ്റ് ഒരു ഇൻഡിറക്ട് ടാക്സ് ആണ്. വാറ്റിന്റെ റേറ്റ് 17.5% to 20% ആക്കിയിട്ടുണ്ടെങ്കിൽ all goods which are VAT applicable will be 2.5% more expensive. അതായത് 17.5%ൽ നിന്ന് 20% വാറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ വാറ്റിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഗുഡ്സിനാണല്ലോ വാറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്, വാറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ് ആണ്. ഈ വാല്യൂ ആഡഡ് ടാക്സ് ഏതൊക്കെ ഗുഡ്സിനാണോ ആപ്ലിക്കബിൾ ആകുന്നത് അതിന്റെ ഒക്കെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2.5% ആയിട്ട് കൂടും. ഒറിജിനൽ വിലയിൽ നിന്നും 2.5% ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. However, this price rise will only last a year. ഇങ്ങനെ ഒരു പ്രൈസ് റൈസ് ഉണ്ടാകുന്നത് ഒരു അപ് ടു 1 year ഒക്കെ കാണത്തുള്ളൂ. And it's not a permanent effect. It's not a permanent effect. Okay. Then temporary factors, inflation rate increases due to temporary factors, mainly VAT, and that is a permanent effect. Okay. Then core inflation. One measure of the inflation is known as the core inflation. ഇനി നമ്മൾ പഠിക്കുന്ന term ആണ് core inflation. This is the inflation rate that excludes temporary volatile factors such as energy and food prices. അതായത് core inflationന്റെ അകത്ത് നമ്മൾ എനർജി അതുപോലെ തന്നെ ഫുഡിന്റെ പ്രൈസസും എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ടെമ്പററി വോളറ്റൈൽ ഫാക്ടേഴ്സ് ഒരിക്കലും കണക്കാക്കുന്നില്ല. എന്തിന്റെ കാര്യത്തിൽ? കോർ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ. The graph in below shows inflation in European Union. The headline inflation rate HIZP is more volatile, rising to 4% in 2008 and then falling to 0.5 negative in 2009. However, core inflation, for example, energy, food, alcohol and tobacco is more constant. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കോൺസ്റ്റന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് നെസസറി. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി വോളറ്റൈൽ ആണ്. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയന്റെ ഇൻഫ്ലേഷൻ റേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ റേറ്റ്
4% 2008 and then that fall to 0.5% negative in 2009. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറച്ചും കൂടി കോൺസ്റ്റന്റ്. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ടെമ്പററി ഫാക്ടേഴ്സ് ആയിട്ടുള്ള എനർജി, അതേപോലെ തന്നെ ഫുഡ് പ്രൈസസ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കോർ ഇൻഫ്ലേഷൻ കൂടുതൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബൈ ദ റേറ്റ് ഓഫ് ഇൻക്രീസ്. അതായത് ഇൻഫ്ലേഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണിത്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിംഗ് ഇൻഫ്ലേഷൻ, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഓക്കെ, so creeping inflation, when the rate of inflation slowly increases over time. For example, the inflation rate rises from 2% to 3% to 4% a year. അതായത് ഇൻഫ്ലേഷൻ റേറ്റ്, ഇവിടുത്തെ കേസിൽ ഇൻഫ്ലേഷൻ റേറ്റ് സ്ലോലി ഇൻക്രീസ് ചെയ്യുകയാണ്. ദിസ് സ്ലോലി ഇസ് വെരി നീഡഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ റേറ്റ് 2%-ൽ നിന്ന് 3% ആകുന്നു, 3%-ൽ നിന്ന് 4% ആകുന്നു ഒരു വർഷം. പെടാനോ ഇൻഫ്ലേഷൻ റേറ്റ് 2-ൽ നിന്ന് 3 ആകുന്നു, 3-ൽ നിന്ന് 4% ആകുന്നുവെങ്കിൽ അത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി നോട്ടീസബിൾ. വളരെ വേഗം നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ഒരു കാര്യമല്ല. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ദിസ് ബിക്കം ആൻ ഇൻക്രീസിംഗ് പ്രോബ്ലം ബിക്കോസ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ പതുക്കെ കൂടുതലായി കഴിയുമ്പോഴാണ് അത് വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിംഗ് ഇൻഫ്ലേഷൻ ഒക്കെ ആവുന്നത്. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് മച്ച് മെസ്. ഓക്കെ, വാക്കിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് ഇൻഫ്ലേഷൻ്റെ അകത്ത് ഇൻഫ്ലേഷൻ റേറ്റ് 2 to 10% ആയിരിക്കും ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതായത് സിംഗിൾ ഡിജിറ്റ്സ് ആണ്, ലെസ് ദാൻ 10%. 10% കൂട്ടുന്നില്ല വാക്കിംഗ് ഇൻഫ്ലേഷനിൽ. 2 to 10% എന്ന് പറയുന്നുണ്ടെങ്കിലും 10% എടുക്കുന്നില്ല. അറ്റ് ദിസ് റേറ്റ് ഇൻഫ്ലേഷൻ ഈസ് നോട്ട് എ മേജർ പ്രോബ്ലം. ഇവിടെ വരുമ്പോൾ ഇൻഫ്ലേഷൻ വളരെ വലിയൊരു കാര്യമല്ല. ബട്ട് വെൻ ഇറ്റ് റൈസസ് ഓവർ 4%-നേക്കാളും കൂടുതലാണ് ഇൻഫ്ലേഷൻ എങ്കിൽ സെൻട്രൽ ബാങ്ക്സ് വിൽ ഇൻക്രീസിംഗ്ലി കൺസേൺഡ്. ഇൻഫ്ലേഷൻ റേറ്റ് 4%-നേക്കാളും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് ഒരുപാട് കൺസേൺ ചെയ്യും. എന്തുകൊണ്ടാണ്? ഇൻഫ്ലേഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് അത് റണ്ണിങ് ഇൻഫ്ലേഷനിലോട്ടേക്ക് മാറും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ റിസൾട്ട് ഇൻ മച്ച് മോർ പ്രോബ്ലംസ്. അതുകൊണ്ട് വാക്കിംഗ് ഇൻഫ്ലേഷൻ മേ സിംപ്ലി റെഫർ ടു as moderate inflation. വാക്കിംഗ് ഇൻഫ്ലേഷനെ പറയുന്ന മറ്റൊരു പേരാണ് moderate inflation. So here running inflation. Running inflation 10 to 20% ആണ് വരുന്നത്. When inflation starts to rise at a significant rate, ഒരു significant rateൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാണ്, ഇറ്റ്സ് യൂഷ്വലി referred to as a range between 10% to 20% a year. ഒരു വർഷം 10%-നും 20%-നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അത് റണ്ണിങ് ഇൻഫ്ലേഷൻ ആണ്. ഈ ഒരു സമയത്ത് ഇൻഫ്ലേഷൻ ഈസ് imposing significant cost on the economy and could easily start to creep higher. ഇങ്ങനത്തെ ഒരു ഇൻഫ്ലേഷൻ വരുവാണ്, അല്ലെങ്കിൽ ഈ ഒരു റണ്ണിങ് ഇൻഫ്ലേഷൻ വരികയാണ് എങ്കിൽ അത് ഇക്കോണമിയിൽ വലിയൊരു ബേർഡൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് മാത്രമല്ല, റണ്ണിങ് ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പതുക്കെ അത് വീണ്ടും ഹയർ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ. ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അത് 20% to 1000% ആണ് വരുന്നത്. ദ ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 20% up to 1000%. ഓക്കെ, ദെൻ the rapid rate of price increase, inflation is a serious problem. ഇവിടെ വരുമ്പോൾ ഇൻഫ്ലേഷൻ വളരെ സീരിയസ് ആവുകയാണ് and will be challenging to bring back it under the control. നമ്മുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ വളരെ പാടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ. Some definitions of galloping inflation may be between 20% to 100%. This is not universally agreed definition, but hyperinflation usually implies over 1000% a year. ഈ ഒരു യൂണിവേഴ്സലി ഒരു അഗ്രി ഡെഫിനിഷൻ അല്ല ഗലോപ്പിംഗ് ഇൻഫ്ലേഷന് 20 to 1000%. പക്ഷേ ഹൈപ്പർ ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 1000% ഇൻഫ്ലേഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാണെന്ന്. ദിസ് ഈസ് ദ റിസർവ്ഡ് ഫോർ എക്സ്ട്രീം ഫോംസ് ഓഫ് ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രീം ഫോംസിന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, യൂഷ്വലി ഓവർ 1000%. ഓക്കെ, though there is no specific definition, hyperinflation usually involves price changing so fast that it becomes daily occurrence, and under hyperinflation the value of money will rapidly decline. Hyperinflationന്റെ സമയത്ത് മണിയുടെ വാല്യൂ വളരെ വേഗം ഡിക്ലൈൻ ചെയ്യും. മണിയുടെ വാല്യൂ വേഗം ഡിക്ലൈൻ ചെയ്യും in the case of hyperinflation.
I hope you are clear with the session. Thank you so much for sparing your time for me. Enjoy learning and God bless. Thank you.